ഇന്ത്യയിലെ തന്നെ ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു ചീഫ് മിനിസ്റ്ററെ, അതും വളരെ പാവപ്പെട്ടവരെ, സാധാരണക്കാരനെ, സോഷ്യൽ ജസ്റ്റിസ് ആവശ്യമുള്ളവർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ അധികാരത്തിൽ നിന്നും തകർക്കാനുള്ള BJPയുടെയും JDSൻ്റെയും ഗൂഢാലോചനയെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കുന്ന പ്രശ്നമില്ല. സിദ്ധരാമയ്യ നിലകൊള്ളുന്ന പ്രത്യയശാസ്ത്രമുണ്ട്, ഐഡിയോളജി ഉണ്ട്. അത് കോൺഗ്രസ് ഉയർത്തുന്ന ഐഡിയോളജി തന്നെ. പക്ഷെ അത് അദ്ദേഹം നടത്തുന്ന ഐഡിയോളജിയിൽ വിഭ്രാന്തി പൂണ്ട ചില വിഭാഗങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കാൻ വേണ്ടി നടത്തുന്ന ഗൂഢപദ്ധതിയാണ് BJPയിലൂടെ നടപ്പാക്കപ്പെടുന്നത്. അതിന് ഗവർണർ കരുവാക്കാണ്. വാട്ട് ഈസ് ദ റോൾ ഓഫ് ദ ഗവർണർ? ആരെങ്കിലും ഒരു സ്വകാര്യ പെറ്റീഷൻ കൊടുത്താൽ ഉടനെ പ്രോസിക്യൂഷൻ അനുമതി കൊടുക്കുകയാണോ ഗവർണർ ചെയ്യേണ്ടത്? ഗവർണർ എന്ന പദവി ഒരു മുഖ്യമന്ത്രിയെ ഡിസ്റ്റബിലൈസ് ചെയ്യാൻ, ഒരു ഗവൺമെൻറ് ഡിസ്റ്റബിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണോ വേണ്ടത്? അത് കൃത്യമായിട്ടും നമുക്ക് പറയാൻ സാധിക്കും. അവിടെ നമുക്കറിയാം. പിന്നെ യെദ്യൂരപ്പ ഗവൺമെൻറ്റിൻ്റെ കാലത്തുണ്ടായ അഴിമതി ആരോപണം എത്രയായിരുന്നു? ഈ ഗവർണർ ഒരു അക്ഷരം വേണ്ടിയിരുന്നോ? ആ ഗവൺമെൻറ്റിനെതിരായിട്ടുണ്ടായ ആരോപണങ്ങൾ, ആക്ഷേപങ്ങൾ, ഇതുപോലുള്ള യോഗായിക്ക വിധികൾ, ഇതൊരു പെറ്റീഷനാണ്. ആ പെറ്റീഷനാണ് പ്രോസിക്യൂഷൻ അനുമതി കൊടുത്തിരിക്കുന്നത്. ഇത് ക്ലിയർ കോൺസ്പിറസിയാണ്. കർണാടകത്തിലെ ഗവൺമെൻറ് ഗ്യാരണ്ടി സ്കീമുകളിലൂടെ പാവപ്പെട്ടവൻ്റെ ഗവൺമെൻറ്റാണ്. ഏറ്റവും അടിസ്ഥാനപരമായി താഴെത്തട്ടിലുള്ള പട്ടികജാതി, പട്ടികവർഗ, OBC, അതർ പിന്നോക്ക വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ പാവപ്പെട്ടവരായിട്ടുള്ള ആളുകൾക്ക് സഹായം എത്തിക്കുന്ന ഒരു സർക്കാരാണ്. അതിൽ അസ്വസ്ഥത പൂണ്ടവർ, അതിൽ വിറളി പൂണ്ടവർ നടത്തുന്ന രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ശക്തമായി എതിർക്കും. ഞങ്ങൾ രാഷ്ട്രീയമായും നിയമപരമായും ഇതിനെ നേരിടും. ഒരു 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 തിരിച്ചടി നേരിടാൻ പോണില്ല. ഇതിനു മുമ്പും കുറേ ആൾ പോയിരുന്നു. അവർക്ക് ഇപ്പോൾ എവിടെയാണ്? തെരഞ്ഞെടുപ്പ് രംഗത്ത് കാലുമാറ്റം നടത്തിയാലൊന്നും ഒരു തെരഞ്ഞെടുപ്പിലെ ജനങ്ങളുടെ വിധിയെ മാറ്റിമറിക്കാൻ കഴിയില്ല എന്നതിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഇപ്പോഴുണ്ട്. ജാർഖണ്ഡിൽ, കശ്മീരിൽ, ഹരിയാനയിൽ, മഹാരാഷ്ട്രയിൽ 4ഇടത്തും ഇന്ത്യ സഖ്യം കോൺഗ്രസ് പാർട്ടിയും വലിയ ഭൂരിപക്ഷത്തോടെ ഗവൺമെൻറ് ഉണ്ടാക്കും. ഞങ്ങൾ വളരെ ആത്മവിശ്വാസത്തോടെ